അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 20 വെള്ളിയാഴ്ച. ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ച് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത് ദില്ലി പോലീസ്. ഗുജറാത്ത് MP ഹേമന്ത് ജോഷി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസ് നടപടി. അംബേദ്കർ വിവാദങ്ങളിലുണ്ടായ സംഘർഷങ്ങൾക്കിടെ പരിക്കേറ്റ് 2 BJP MPമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധി തള്ളിയതാണെന്നാണ് BJPയുടെ ആരോപണം. BJP MPമാർ തള്ളിയതിനെ തുടർന്ന് തനിക്കും പരിക്കേറ്റെന്നാരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തിയിരുന്നു. പരിക്കേറ്റെന്ന് BJP പറയുന്ന MPമാരായ മുകേഷ് രജപുത്തിനെയും പ്രതാപ് സാരംഗിയെയും ഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്നാരോപിച്ച് BJPയുടെ നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ MP ഫോങ്നോൻ കോന്യാക്കും രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നലെ രാവിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് മഗർദ്വാറിലേക്ക് മാർച്ച് ആരംഭിച്ചത്. ഇതേസമയം മഗർദ്വാറിൽ അംബേദ്കറെ നെഹ്റു വഞ്ചിച്ചെന്ന മുദ്രാവാക്യവുമായി ഭരണപക്ഷവും എത്തി. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാർ മാർച്ചുമായി ഭരണപക്ഷത്തിനിടയിലേക്ക് ഇരച്ചു കയറിയതോടെ ഉന്തും തള്ളുമായി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം MPമാർ പാർലമെന്റിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ സംഘർഷം വർദ്ധിക്കുകയായിരുന്നു. കോൺഗ്രസ് MPമാരുടെ സമാധാനപരമായ പ്രതിഷേധം BJP തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. BJP MPമാർ വടികളുമായിട്ടാണ് തങ്ങളെ തടഞ്ഞതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശത്തിൽ നിന്നും അദാനി വിഷയത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിനാണ് BJP ഇത്തരത്തിലുള്ള സംഘർഷം സൃഷ്ടിച്ചതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പാർലമെന്റ് കവാടങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി സ്പീക്കർ. അംബേദ്കർ വിവാദത്തിൽ അമിത്ഷായ്ക്കെതിരായ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് സ്പീക്കർ ഓം ബിർളയുടെ കടുത്ത നടപടി. പ്രവേശന കവാടങ്ങളിൽ തടസ്സമുണ്ടാക്കുകയോ പ്രതിഷേധ പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്ന് സ്പീക്കർ MPമാർക്ക് നിർദ്ദേശം നൽകി. അദാനി അംബേദ്കർ വിഷയങ്ങളിൽ പ്രക്ഷുബ്ധമായ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് അവസാനിക്കും. അതേസമയം അംബേദ്കർ വിവാദങ്ങളിൽ ഇരുസഭകളിലും ഇന്നും പ്രതിഷേധം ശക്തമാക്കാനായിരിക്കും പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വനിതാ MP അടക്കം നൽകിയ പരാതിയിൽ നടപടികൾ ശക്തമാക്കാനാണ് BJPയുടെ നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗ വീഡിയോ ക്ലിപ്പുകൾ പങ്കുവച്ചതിന് കോൺഗ്രസ് പാർട്ടിക്കും ചില പാർട്ടി നേതാക്കൾക്കും സാമൂഹിക മാധ്യമമായ X നോട്ടീസ് അയച്ചു. പോസ്റ്റുകൾ നീക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് സൈബർ ക്രൈം കോഓർഡിനേഷൻ സെന്ററിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നുള്ള നടപടിയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വീഡിയോ ക്ലിപ്പുകൾ പങ്കുവച്ചത് രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും കോൺഗ്രസ് നേതാക്കൾക്ക് X അയച്ച നോട്ടീസിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണത്തിലെ പുതിയ സംഭവ വികാസങ്ങളിൽ പ്രതികരണവുമായി മാത്യു കുഴൽനാടൻ MLA. എക്സാലോജിക് കമ്പനിക്ക് കോടികൾ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണെന്നാണ് SFIOയ്ക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ ആ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ തള്ളിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. മാലിന്യം തമിഴ്നാട്ടിലെത്തിച്ച തിരുനെൽവേലി സ്വദേശികളായ ഏജന്റുമാരാണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിൽ തള്ളിയ മാലിന്യം തിരിച്ചുകൊണ്ടുപോകണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേരളത്തോട് നിലപാട് കടുപ്പിച്ചു. തമിഴ്നാടിന്റെ സഹകരണത്തോടെ അംഗീകൃത പ്ലാന്റിൽ മാലിന്യമെത്തിച്ച് സംസ്കരിക്കണമെന്നും 3 ദിവസത്തിനകം നടപടി പൂർത്തിയാക്കണമെന്നുമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. വയനാട്ടിൽ ഓട്ടോറിക്ഷയിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോയ സംഭവത്തിൽ വീണ്ടും നടപടി. മാനന്തവാടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നൌഷാദിനെ സസ്പെൻഡ് ചെയ്തു. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് വീഴ്ച പറ്റിയെന്ന് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ റിപ്പോർട്ട് നൽകി.
മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയത് വകുപ്പിനും സർക്കാരിനും അവമതിപ്പുണ്ടാക്കിയെന്നും റിപ്പോർട്ട് പറയുന്നു. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനാണ് മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വയനാട്ടിലെ ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് കെ.പി. മധു കോൺഗ്രസിൽ ചേർന്നു. ദീർഘകാലമായി ബിജെപിയിൽ നിന്ന് നേരിട്ട അവഗണനയെ തുടർന്നാണ് താൻ കോൺഗ്രസിലേക്ക് വന്നതെന്ന് കെ.പി. മധു പറഞ്ഞു. കൽപ്പറ്റയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ടി സിദ്ദിഖ് എംഎൽഎ, ഐ.സി. ബാലകൃഷ്ണൻ എംഎൽഎ, മുൻ മന്ത്രി പി.കെ. ജയലക്ഷ്മി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കെ.പി. മധു കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. വയനാട് ദുരന്ത പ്രദേശത്ത് വൈദ്യുതി എത്തിച്ച വകയിൽ 9 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൈപ്പറ്റിയെന്ന ആരോപണം തെറ്റെന്ന് കെഎസ്ഇബി. പൊതുമേഖലാ സ്ഥാപനത്തിനെതിരെ തികച്ചും അവാസ്തവവും നികൃഷ്ടവുമായ പ്രചാരണങ്ങളാണ് ചില വ്യക്തികൾ നടത്തുന്നതെന്നും കെഎസ്ഇബി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ചോദ്യപേപ്പർ ഒരിക്കൽ പോലും ചോർത്തിയിട്ടില്ലെന്ന് എംഎസ് സൊല്യൂഷൻസിന്റെ സിഇഒ എം ഷുഹൈബ്. ചോദ്യങ്ങൾ പ്രവചിക്കുകയാണ് ചെയ്യുന്നതെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും ചോദ്യങ്ങൾ പ്രവചിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എസ്എസ്എൽസി കെമിസ്ട്രി പരീക്ഷയിൽ താൻ പ്രവചിച്ച 4 ചോദ്യങ്ങൾ മാത്രമാണ് വന്നതെന്നും ഷുഹൈബ് പ്രതികരിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു. ക്രിസ്തുമസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ക്ഷീര കർഷകർക്ക് 15 രൂപ അധിക പാൽവിലയും 200 രൂപ കാലിത്തീറ്റ സബ്സിഡിയും പ്രഖ്യാപിച്ചു. നവംബർ മാസത്തിൽ ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നും സംഭരിച്ച പാലിന് ലിറ്റർ 1-നാണ് 15 രൂപ അധിക പാൽവില പ്രഖ്യാപിച്ചത്. യൂണിയന്റെ 38ാമത് വാർഷിക പൊതുയോഗത്തിലാണ് ചെയർമാൻ മണി വിശ്വനാഥ് പ്രഖ്യാപനം നടത്തിയത്. കണ്ണൂർ സർവകലാശാലയുടെ ഡിഗ്രി 2ാം സെമസ്റ്റർ പരീക്ഷാഫലം ചോർന്നുവെന്ന് ആരോപണം. കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിന്റേതാണ് ആരോപണം. 2ാം സെമസ്റ്റർ പരീക്ഷാഫലം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാറ്റ നീക്കത്തിന്റെ സാധ്യത വീണ്ടും മങ്ങിയതോടെ സംസ്ഥാന എൻസിപി നേതൃത്വം കടുത്ത അമർഷത്തിൽ. അധ്യക്ഷസ്ഥാനം ഒഴിയാമെന്ന് പി.സി. ചാക്കോ നേതാക്കളെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അനിഷ്ടം തുടരുമ്പോൾ തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ കഴിയില്ലെന്ന് എ.കെ. ശശീന്ദ്രനും വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 50 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചെന്നും കോടതി അറിയിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാർ സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരായ പരാതികളും സ്വീകരിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്നും തങ്ങൾക്ക് ഇഷ്ടദാനം കിട്ടിയ ഭൂമിയാണെന്നും ആയതിനാൽ ഭൂമി വിൽക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും ഫാറൂഖ് കോളേജ്. മുനമ്പം ഭൂമി തർക്ക വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഹിയറിംഗ് അടുത്ത മാസം ആരംഭിക്കാനിരിക്കെയാണ് കമ്മീഷന് മുൻപാകെ ഫാറൂഖ് കോളേജ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ ഉപയോഗത്തിലേക്കായി പണമോ പ്രതിഫലമോ വാങ്ങി സ്ഥിരമായി വാടകയ്ക്ക് നൽകുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. അനധികൃതമായി വാടകയ്ക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. 7 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6-ന് നടക്കുന്ന പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. സംവിധായിക പായൽ കബാഡിയയ്ക്കുള്ള സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ്, സുവർണ ചകോരം, രജത ചകോരം തുടങ്ങിയ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി സമ്മാനിക്കും. പയ്യമ്പള്ളി ചെമ്മാട് ഉന്നതിയിലെ മാദനെ കൂടൽക്കടവിന് സമീപം റോഡിൽ വലിച്ചിഴച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ നിലവിൽ ചാർത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ദുർബലമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ സംസ്ഥാന കൺവീനർ എം ഗീതാനന്ദൻ. ബോധപൂർവമല്ലാത്ത നരഹത്യ ചെയ്യാൻ മുതിർന്നു എന്ന കുറ്റത്തിന് 3 വർഷം മാത്രം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് മാത്രമാണിതെന്നും ഗീതാനന്ദൻ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.
കൊച്ചി മെട്രോയുടെ കാക്കനാട് ഭാഗത്തെ നിർമ്മാണത്തിനിടെ നടന്ന അപകടത്തിൽ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ആലുവ സ്വദേശിയായ അഹമ്മദ് നൂർ എന്ന 28-കാരനാണ് കൊല്ലപ്പെട്ടത്. മണ്ണ് കൊണ്ടുവന്ന ടിപ്പർ ലോറിക്കും മണ്ണ് മാന്തി യന്ത്രത്തിനുമിടയിൽപ്പെട്ടായിരുന്നു മരണം. ഇന്നലെ വൈകിട്ട് 3:30-യോടെയാണ് അപകടമുണ്ടായത്. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ച് NSS. 8 വർഷമായി NSSും ചെന്നിത്തലയും തമ്മിൽ അകൽച്ചയിലായിരുന്നു. NSS ജനറൽ സെക്രട്ടറിയുടെ താക്കോൽ സ്ഥാന പരാമർശവും ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതുമായിരുന്നു അകൽച്ചയ്ക്ക് കാരണം. തോട്ടപ്പുഴശ്ശേരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അവിശ്വാസത്തിൽ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത 4 പഞ്ചായത്ത് അംഗങ്ങളെ 1 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് CPM സസ്പെൻഡ് ചെയ്തു. പാർട്ടി വിമതനായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയിയെ CPM അംഗങ്ങൾ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയിരുന്നു. ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കരുതെന്ന് ആവശ്യപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു. വിമതനായ ബിനോയിയെ തിരികെ പാർട്ടിയിലെത്തിക്കാൻ നേതൃത്വം ശ്രമിക്കുന്നതിനിടെയാണ് കോൺഗ്രസിനൊപ്പം കൂടി 4 പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നത്. അങ്കമാലി അർബൻ സഹകരണ സംഘം തട്ടിപ്പ് കേസിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ 3 പേർ അറസ്റ്റിൽ. രാജപ്പൻ നായർ, PV പൌലോസ്, മേരി ആന്റണി എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇവരെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. രാജപ്പൻ നായർ മുൻ പ്രസിഡന്റും PV പൌലോസ് വൈസ് പ്രസിഡന്റുമായിരുന്നു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനോട് കോടതിയിൽ ഹാജരാകാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. 10 ദിവസത്തിനകം കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹാജരായില്ലെങ്കിൽ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കാനും കോടതി നിർദ്ദേശിച്ചു. എറണാകുളം കോതമംഗലത്ത് 6 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മയാണെന്ന് പോലീസ് അറിയിച്ചു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വെളിപ്പെടുത്തൽ. കുട്ടിയുടെ അച്ഛന് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശികളായ ഇവർ കഴിഞ്ഞ 10 വർഷമായി കോതമംഗലത്താണ് താമസം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതികരണവുമായി മക്കൾ നീതിമയ്യം നേതാവും നടനുമായ കമൽഹാസൻ. ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് പിന്നിൽ അംബേദ്കറിന്റെ ആശയങ്ങളാണെന്നും അംബേദ്കറിന്റെ കാഴ്ചപ്പാടുകളിൽ വിശ്വസിക്കുന്നവർ ആ മഹാന്റെ പൈതൃകത്തെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും കമൽഹാസൻ പറഞ്ഞു. തമിഴ്നാട്ടിലെ സേലത്തിനടുത്ത് മെട്ടൂരിലെ താപവൈദ്യുത നിലയത്തിൽ വൻ തീപിടുത്തം. അപകടത്തിൽ 2 കരാർ തൊഴിലാളികൾ മരിച്ചതായാണ് വിവരം. പളനിച്ചാമി, വെങ്കിടേശൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 5 തൊഴിലാളികളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ടാണ് സംഭവം. വിശദമായ അന്വേഷണത്തിന് ശേഷമേ അപകടത്തിന്റെ കാരണം പറയാനാകൂവെന്ന് തമിഴ്നാട് വൈദ്യുത ബോർഡ് പ്രതിനിധികൾ വ്യക്തമാക്കി. മഹാകുംഭമേളയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ നേരിടാൻ മൊബൈൽ ആപ്പ് സജ്ജമാകുന്നു. വിശദമായ റൂട്ടുകൾ, പ്രധാന ലാൻഡ്മാർക്കുകൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ നമ്പർ പോലെയുള്ള വിശദാംശങ്ങൾ എന്നിവയുൾപ്പെടെ സമഗ്രമായ വിവരങ്ങൾ ഈ ആപ്പിൽ ഉണ്ടാകും. അടിയന്തര ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള പ്രതികരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്പ് വികസിപ്പിക്കുന്നത്. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകറിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം തള്ളി. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശാണ് അവിശ്വാസ പ്രമേയം തള്ളിയത്. ജഗ്ദീപ് ധൻകറിന്റെ പേര് സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതി എന്നീ കാരണം ചൂണ്ടിക്കാട്ടിയാണ് അവിശ്വാസ പ്രമേയം തള്ളിയത്. ആണവായുധ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ പാകിസ്ഥാൻ ഉപരോധമേർപ്പെടുത്തി അമേരിക്ക. പാക് സർക്കാരിന്റെ കീഴിലുള്ള ആയുധ വികസന ഏജൻസികൾക്കുൾപ്പെടെയാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂട്ടനശീകരണ ശേഷിയുള്ള ആയുധങ്ങളുടെ വ്യാപനം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള നടപടിയുടെ ഭാഗമായാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. അതേസമയം അമേരിക്കൻ ഉപരോധം പക്ഷപാതപരവും ദൌർഭാഗ്യകരവുമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സ്ത്രീ ലോലമായ ഒരു പൂവാണെന്നും അടുക്കളക്കാരിയല്ലെന്നും പൂവിനെ പരിപാലിക്കുന്നത് പോലെയാകണം ഒരു സ്ത്രീയോട് പെരുമാറേണ്ടതെന്നും ഇറാന്റെ പരമാധികാരി ആയത്തുള്ള ഖമേനി. ഇറാനിലെ സ്ത്രീ സമൂഹം നേരിടുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങളും ചർച്ചകളും നടക്കുന്നതിനിടെയാണ് ആയത്തുള്ള ഖമേനിയുടെ ഈ കുറിപ്പ്.
സിറിയ ഒരിക്കലും ലോക സമാധാനത്തിന് ഭീഷണിയാകില്ലെന്ന് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി. HTSനെ തീവ്രവാദ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സിറിയയെ ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ പോലെ ആക്കില്ലെന്നും ജുലാനി പറഞ്ഞു. രാജ്യം വിടും മുൻപ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും ഇസ്രായേലിന് ചോർത്തി നൽകിയതായി റിപ്പോർട്ട്. പകരം സുരക്ഷിതമായ രാജ്യം വിടാൻ ഇസ്രായേൽ അസദിനെ സഹായിച്ചുവെന്നും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. അസദ് നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സിറിയയ്ക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. രവിചന്ദ്ര അശ്വിന്റെ വിരമിക്കൽ തീരുമാനം തങ്ങളുടെ കുടുംബത്തിലെ പലരെയും അത്ഭുതപ്പെടുത്തിയെന്ന് പിതാവ് രവിചന്ദ്രൻ. എന്നാൽ പെട്ടെന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം നിരന്തരമായി മകൻ അപമാനിക്കപ്പെട്ടതുകൊണ്ടാവാമെന്നും രവിചന്ദ്രൻ വ്യക്തമാക്കി. വെസ്റ്റ് ഇൻഡീസ് വനിതകൾക്കെതിരായി T20 പരമ്പര ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കി. മൂന്നാമത്തെയും അവസാനത്തെയും T20യിൽ 60 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 47 പന്തിൽ 77 റൺസ് നേടിയ സ്മൃതി മന്ദാന കരുത്തിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 217 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ വിൻഡീസിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.